ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ക്രേസി മാനിയാക് സൗത്ത് ഈസ്റ്റ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ ഹൈദരാബാദിലാണ് കേട്ടോ. ഇന്ന് ഹൈദരാബാദിലെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് വിനായക ചതുർത്ഥി. നമ്മൾ നാട്ടിൽ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഹൈദരാബാദിൽ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ഇന്നിവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഗണപതിൻ്റെ സ്റ്റാച്യൂസ് കാണാൻ പറ്റും. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ കേട്ടോ. ഇവിടെ എല്ലാവരും ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഗണപതിനെ. ഇനി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള രാമൻ ടെമ്പിളിലേക്ക് പോകാം. ഇതാട്ടോ നമ്മുടെ രാമാലയം ടെമ്പിൾ. ഇവിടുത്തെ ഈ ലൊക്കാലിറ്റിയിലെ ഏറ്റവും വലിയ അമ്പലമാണ് ഇത്. എല്ലാ വിശേഷ പരിപാടികളും ഇവിടെ നല്ല ഗ്രാൻഡായിട്ടാട്ടോ നടത്താറുള്ളത്. ഞങ്ങൾ മിക്കവാറും ഇവിടെ വരാറുള്ളതാണ്. നമ്മുടെ ഗണേശനെ നല്ല ഭംഗിയിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസും മണ്ണും ചേർന്നിട്ടാണ് ഇവർ ഗണേശനെ ഉണ്ടാക്കാറുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനത്തെ ദിവസം ആകുമ്പോൾ നമ്മുടെ ഈ ഗണേശൻ്റെ മൂർത്തി കൊണ്ടുപോയിട്ട് ഇവിടുത്തെ തൊട്ടടുത്തുള്ള ലേക്കിൽ കൊണ്ടുപോയി ഒഴുക്കും. അങ്ങനെ കേട്ടോ ഇവിടുത്തെ ഈ പരിപാടി തീരുന്നത്. ഇതാട്ടോ ഞാൻ പറഞ്ഞ രാമാലയം ടെമ്പിൾ. ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, പല സൈഡിൽ നിന്ന് വരാറുണ്ട്. ഇവിടെ സീരിയൽ ഷൂട്ട് നടത്താറുണ്ട്, ഫിലിം ഷൂട്ട് നടത്താറുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ മോളുടെ പിറന്നാളിന് വന്ന സമയത്ത് ഇവിടെ ഞാൻ കണ്ടിരുന്നു സീരിയൽ ഷൂട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ വന്ന സമയത്ത് ഫിലിം ഷൂട്ട് ചെയ്യുന്ന കണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. നല്ല ഭംഗിയായിട്ട് ഈ അമ്പലം കാണാൻ. ഈ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ നല്ല പഴയ രീതിയിൽ ട്രഡീഷണൽ രീതിയിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഒരു പോസിറ്റീവ് വൈബ് തന്നെ അതിൻ്റെ ഉള്ളിലുള്ളത്. ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇതൊരു 400 കൊല്ലത്തിൻ്റെ മേലെ പഴക്കം വരുന്ന ഒരു പഴയ ഒരു അമ്പലമാണ്. ഒരുപാട് വിശ്വാസികൾ, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, പൂജ ചെയ്യാറുണ്ട്. ഇനി ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം കേട്ടോ. അവിടെ ഞങ്ങൾ ഗണപതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഗണപതി മണ്ണുകൊണ്ടുള്ള ഗണപതിയാണ്. ചെറിയ ഗണപതി, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ 5 ദിവസത്തേക്കാട്ടോ ഈ പൂജ നടത്തുന്നത്. ഞങ്ങൾ 5 ദിവസത്തേക്കാട്ടോ ഈ പൂജ വെച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ഫ്ലോറുകാരെ ചെയ്യുന്നത്. മൊത്തത്തിൽ ഞങ്ങൾ 5 ഫ്ലോറുണ്ട്. ഈ ഒരു പൂജ എന്ന് പറയുന്നത് ഒരു 6:30 തൊട്ടിട്ട് 9 മണി വരെയാണുള്ളത്. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളുടെ ഫ്ലോറിൻ്റെ പൂജയായിരുന്നു. പൂജ ഇവിടെ നടത്തുന്നത് വലിയൊരു ആഘോഷം പോലെയാണ്. ഈ ഒരു ദിവസം എല്ലാവരും അവനവൻ്റെ തിരക്ക് വലിയ വലിയ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എല്ലാവരും കുടുംബമായിട്ട് ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഒരു ഫെസ്റ്റിവൽ ഇങ്ങനെയാണ് നടത്തുന്നതെന്ന് തന്നെ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത്. ഈ പൂജ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭക്ഷണങ്ങളെല്ലാം പൂജ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഷെയർ ചെയ്തിട്ടെടുക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഗെയിമൊക്കെ കളിച്ചിട്ട് ആ ദിവസം അങ്ങ് തീരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.